രാജ്യത്ത് അന്തർസംസ്ഥാന ഹൈവേകളും 5000-ലധികം വിമാനത്താവളങ്ങളുമുണ്ട്. എന്നാൽ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേതിന് സമാനമായി പൂർണ്ണമായും വികസിച്ച ഒരു അതിവേഗ റെയിൽ ശൃംഖല നിലവിൽ അമേരിക്കയ്ക്കില്ല. 340 ദശലക്ഷം ജനസംഖ്യയുള്ള അമേരിക്കൻ ഐക്യനാടുകളെ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായാണ് കണക്കാക്കുന്നത്. ഹൈവേകളും വിമാനത്താവളങ്ങളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിനായി രാജ്യം ഭീമമായ തുകകൾ ചെലവഴിക്കാറുമുണ്ട്. രാജ്യത്ത് 71 അന്തർസംസ്ഥാന ഹൈവേകളും 5000-ലധികം വിമാനത്താവളങ്ങളുമുണ്ട്. എന്നാൽ ജപ്പാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേതിന് സമാനമായി പൂർണ്ണമായും വികസിപ്പിച്ച ഒരു അതിവേഗ റെയിൽ ശൃംഖല നിലവിൽ അമേരിക്കയ്ക്ക് ഇല്ല എന്നത് കൗതുകകരമായ ഒരു വസ്തുതയാണ്. ലളിതമായി പറഞ്ഞാൽ അമേരിക്കക്കാർക്ക് ഇപ്പോഴും ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല എന്ന് തന്നെ. മറുവശത്ത് ചൈന 50,000 കിലോമീറ്ററിലധികം അതിവേഗ റെയിൽപാതകൾ നിർമ്മിച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഏകദേശം 8500 കിലോമീറ്റർ ദൂരത്തിലുള്ള അത്തരം ട്രാക്കുകളുണ്ട്. മറ്റെല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന അമേരിക്ക അതിവേഗ ട്രെയിനുകളുടെ കാര്യത്തിൽ മാത്രം ചൈനയുടെയും യൂറോപ്പിന്റെയും ഒക്കെ പിന്നിലിഴയുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഉയരുന്ന ചോദ്യം. മണിക്കൂറിൽ 250 കിലോമീറ്ററോ അതിൽ കൂടുതലോ വേഗതയിൽ ഓടുന്ന ട്രെയിനുകളെയാണ് സാധാരണയായി ഹൈസ്പീഡ് ട്രെയിനുകൾ എന്ന് വിളിക്കുന്നത്. BBC.comന്റെ റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ വിൽഡോയ്ക് പറഞ്ഞത് അമേരിക്ക കാറുകൾക്ക് അടിമകളായ ഒരു രാജ്യമാണ് എന്നാണ്. മാത്രമല്ല, ഇത്തരം ഹൈസ്പീഡ് ട്രെയിനുകൾ ആ രാജ്യത്ത് ആവശ്യമില്ല എന്ന മനോഭാവവും അവർക്കുണ്ട്. ഇത് നിമിത്തം അമേരിക്കൻ സർക്കാരുകൾ ഹൈസ്പീഡ് ട്രെയിനിന് മുൻഗണന നൽകിയിട്ടില്ല. ചൈനയും യൂറോപ്പും പോലുള്ള രാജ്യങ്ങൾ അതിവേഗ ട്രെയിനുകളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടെങ്കിലും ദീർഘദൂര യാത്രയ്ക്കായി അമേരിക്കക്കാർ കാറുകളിലും വിമാനങ്ങളിലും തന്നെയാണ് കുടുങ്ങിക്കിടക്കുന്നത്.